ആസീനോ ദൂരം വ്രജതി ശയാനോ യാതി സർവതഃ ഹസ്തം മദാമദം ദേവം മദന്യോ ജ്ഞാതുമർഹതി. ആത്മാവ് ഇരിക്കുന്നവനായിട്ടു തന്നെ ദൂരെ സഞ്ചരിക്കുന്നു, കിടക്കുന്നവനായിട്ട് എല്ലായിടത്തും ഗമിക്കുന്നു. സന്തോഷവാനും സന്തോഷരഹിതനുമായ ആ ജ്യോതിസ്വരൂപനെ ഞാനല്ലാതെ ആരാണ് അറിയാൻ അർഹനായിരിക്കുന്നത്? ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. പരസ്പരം നമുക്ക് തോന്നും ബന്ധമില്ലാതെ, ഇല്ലെങ്കിൽ എന്താ ഇങ്ങനെ പറഞ്ഞു, ഇരിക്കുന്നവനായിട്ട് തന്നെ എല്ലായിടത്തേക്കും പോവുക, കിടക്കുന്നവനായിട്ട് എല്ലായിടത്തും എത്തിച്ചേരുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഈ ശാസ്ത്രങ്ങളെ വിമർശിക്കുന്നവർ, ഇല്ലെങ്കിൽ ഇതിനെ വേണ്ട വിധം മനസ്സിലാക്കാൻ സാധിക്കാത്തവർ ഇത്തരം ശ്ലോകങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങളെ എടുത്തു വച്ചിട്ട് ശാസ്ത്രത്തിനെ വിമർശിക്കും. അതിൻ്റെ അർത്ഥം അവർക്ക് ആ മന്ത്രത്തിൻ്റെ ലക്ഷ്യാർത്ഥത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ എന്തൊരു അഹങ്കാരത്തോടു കൂടിയായിട്ടാണ് പറയുന്നത് എന്നൊക്കെ തോന്നും. ഞാനല്ലാതെ ആരാണ് അർഹനായിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഈ ആത്മസാക്ഷാത്കാരം എന്ന അവസ്ഥയിലേക്ക് എത്താൻ ഞാൻ മാത്രമേ അർഹനായിട്ടുള്ളൂ എന്ന് തോന്നും. യമരാജന് ഇത്രയും വലിയ അഹങ്കാരോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന്? ആത്മാവ് ഇരിക്കുന്നവനായിട്ടു തന്നെ ദൂരെ സഞ്ചരിക്കുന്നു, കിടക്കുന്നവനായിട്ട് എല്ലായിടത്തും ഗമിക്കുന്നു. ആത്മാവിനെ സർവ്വവ്യാപിയായിട്ട് നമ്മൾ മനസ്സിലാക്കി, പരമാത്മാവ് സർവ്വവ്യാപിയാണ് എന്ന് മനസ്സിലാക്കി. പക്ഷേ ഉപാധിഗതനായ ആത്മാവ് എന്ന് പറയും, അതായത് ശരീരം, ഉപാധി എന്ന് പറയുമ്പോൾ ശരീരം, മനസ്സ്, ബുദ്ധി, ഇതൊക്കെയാണ് ഉപാധികൾ എന്ന് പറയും. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആത്മാ അംശം, ജീവൻ. അപ്പോൾ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഹബോധത്തിലുള്ള ആത്മാവ്, ഞാൻ എന്ന അഹങ്കാരത്തിലിരിക്കുന്ന ഭാഗം. അങ്ങനെ ഈ ദേഹബോധവുമായിട്ട് താതാത്മ്യം ഉള്ളപ്പോൾ ഞാൻ ദേഹമാണ് എന്ന് തോന്നുന്ന സമയത്ത് ഈ ദേഹം എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ പോകുന്നു എന്ന് തോന്നും. ബോംബെയിലിരിക്കുന്ന ഞാൻ കേരളത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആത്മാവ് പോയിട്ടില്ല. ആത്മാവ് അചലമാണ് എന്ന് നമ്മൾ മുമ്പ് കണ്ടു. അചലമായിരിക്കാൻ എന്താണ് കാരണം? സർവത്ര വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട്. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഒരു വസ്തുവിന് അനങ്ങാൻ പറ്റില്ല, ഇളകാൻ പറ്റില്ല. കാരണം ഇളകണമെങ്കിൽ ഇളകാനുള്ള സ്പേസ് വേണം, അതില്ലല്ലോ, സർവത്ര വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ബോട്ടിലിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ച് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല, കാരണം അതിന് അനങ്ങാനുള്ള സ്ഥലമില്ല. അതേസമയം അതിന് ലേശം വെള്ളം ഒഴിവാക്കി ഇത്തിരി സ്ഥലം കാലിയാക്കി വെച്ചിട്ടാണ് ആ ബോട്ടിൽ അടച്ചു വെക്കുന്നതെങ്കിൽ വെള്ളം ഇളകും, കാരണം അതിന് ഇളകാനുള്ള സ്ഥലമുണ്ട്. എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്ത ഭാഗം അവിടെ ഉള്ളത് കൊണ്ട് അതിന് ഇളകാൻ സാധിക്കുന്നു. ആത്മാവ് സർവ്വവ്യാപിയാണ്, സർവത്ര ഒരേപോലെ നിറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു അങ്ങനെ നമുക്ക് തോന്നരുത്. ആത്മാവിലാണ് എല്ലാം ഉള്ളത്. അത് കാരണം ആത്മാവ് ചലിക്കാത്തവനായിട്ടിരിക്കുന്നു. ഈ ചലിക്കാത്തവൻ, ചലിക്കാത്തവൾ എന്നൊക്കെ പറയുന്നത് നമ്മളെ ഭാഷയുടെ ഒരു പരിമിതി കൊണ്ടാണ് ചലിക്കാത്ത തത്വം. അചലം, നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതനഃ, ഇതാണ് ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അചലം എന്നൊരു വാക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്, ചലിക്കാനാവാത്തത്. അപ്പോൾ ഈ ചലിക്കാനാവാത്തത് എങ്ങനെ ദൂരം വ്രജതി, എങ്ങനെ ദൂരത്തേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ ഈ ആത്മാവ് ശരീരവുമായിട്ട് താതാത്മ്യമുള്ളപ്പോൾ, ഞാൻ ശരീരമാണ് എന്ന് തോന്നുന്ന സമയത്ത് ശരീരം പോകുന്ന ഭാഗങ്ങളിലേക്കൊക്കെ ഞാൻ പോകുന്നു എന്ന് തോന്നും. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് പോയാൽ ഞാൻ കേരളത്തിലേക്ക് പോന്നു, അങ്ങനെ ഞാൻ പറയും. ഞാൻ ബോംബെയിൽ നിന്ന് ഞാൻ കേരളത്തിലെത്തി എന്ന് പറയാം. അത് ശരീരമാണ് എത്തിയത്, ആത്മാവ് അനങ്ങാതെ അവിടെ ഇരിക്കുകയാണ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ശരീരമാണ് ചലിച്ചത്. അപ്പം ഇതേ കാര്യം തന്നെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയിക്കണം. ഇതിപ്പോൾ അനങ്ങാതെ ഒരു സ്ഥലത്ത് ഇരിക്കും, ഇനി ശരീരം ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്, അതേസമയം എല്ലായിടത്തും എത്തണു എന്ന് പറയുമ്പോഴോ, ഇവിടെ ഇപ്പോൾ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ശരീരം
ചലിച്ചു എന്ന് തന്നെ മനസ്സിലാക്കുക. രണ്ടാമത്തേൽ കൃത്യമായിട്ട് പറയുന്നു, കിടക്കുന്നവനായിക്കൊണ്ട് എല്ലായിടത്തേക്കും ഗമിക്കണോ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ പോലും മനസ്സ് പല സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മനസ്സിനോട് താതാത്മ്യമുള്ള ആത്മാംശം എന്ത്, ആ എവിടേക്കാണോ എത്തിയത് അവിടെയൊക്കെ എത്തിച്ചേർന്നു. ലോകത്തിൽ എവിടെ വേണമെങ്കിലും പോവാം, ചന്ദ്രനിലോ ചൊവ്വയിലോ എവിടെയും പോകണം. എവിടെ പോയാലും അവിടെയൊക്കെ ആത്മാവുണ്ട്, ആത്മാവേ ഉള്ളൂ. അപ്പോൾ ആത്മാവ് അനങ്ങുന്നില്ലെങ്കിലും ദേഹവുമായിട്ടോ മനസ്സുമായിട്ടൊക്കെ താതാത്മ്യമുള്ള സമയത്ത് അത് പോകുന്നിടത്തേക്കൊക്കെ ഞാൻ പോയി എന്ന് തോന്നും. ഈ ഞാൻ എന്നുള്ളതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. എപ്പോഴുമുള്ള ഞാൻ ഇല്ല. ഇപ്പം നമ്മൾ ഇവിടുന്ന് എവിടെ പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ ഈ ഞാൻ കൂടെയുണ്ട്. അവിടെയുള്ള ആൾക്കാരിലും ഞാനുണ്ട്, അവിടെയുള്ള എല്ലാ ജന്തുക്കളിലും ഈ ഞാനുണ്ട്. ഞാനെന്ന ബോധം എല്ലാത്തിനുമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനെന്ന ബോധമായിരിക്കുന്ന ആത്മാവിനെ ചലനം ഉണ്ടായിട്ടില്ല. എവിടെയൊക്കെ പോയി അവിടെയൊക്കെ ഞാനുണ്ട്. ചലിച്ചത് ദേഹം മാത്രമാണ്. ഇത്രയും കാര്യം നമ്മൾ ക്ലിയറാക്കി വെക്കണം. എപ്പോഴും എവിടെയുമുള്ള ആത്മാവിൽ താൽക്കാലികമായിട്ട് വിവർത്തമായ ദേഹങ്ങൾ അല്ലെങ്കിൽ മനസ്സ്, ഉപാധികൾ ചലിച്ചുകൊണ്ടിരിക്കണോ. ആത്മാവിൻ്റെ പുറത്തേക്കല്ല, ആത്മാവിനകത്താണ് ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആത്മാവിൽ ഇതൊക്കെ ഉണ്ട് എന്ന തോന്നലുകൾ ആണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ജനനവും മരണവും ഒക്കെ ഇതുപോലെ വന്നു നിന്നു പോയ അനുഭവങ്ങൾ മാത്രമാണ്. ആത്മാവിൻ്റെ തലത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഞാൻ മരിച്ചു, ഞാൻ ജനിച്ചു എന്ന് പറയുന്നത് ഭാഷയിലെ തെറ്റാണ്. എന്നിൽ ശരീരം ഉണ്ടായി, എന്നിൽ നിലനിന്നു, എന്നിലേക്ക് ലയിച്ചു. ഈ തലത്തിലേക്കാണ് നമ്മൾ മാറേണ്ടത്. കാരണം നമ്മൾ ആത്മാവാണ്. ഇത് മനനം ചെയ്ത് ഉറപ്പിക്കണം. അപ്പോഴേ നമ്മൾ ആത്മതത്വം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്ക് എത്തുന്നുള്ളൂ, മോക്ഷം എന്ന തലത്തിലേക്ക് എത്തുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം. ഈ ശരീരവുമായിട്ടുള്ള താതാത്മ്യം ഉള്ളപ്പോൾ ഞാൻ ജനിച്ചു എന്ന് തോന്നി. എന്തിനാണ് തോന്നിയത്? ശരീരം എന്നുള്ളത് യഥാർത്ഥത്തിലില്ല. ബ്രഹ്മസത്യം ജഗത് മിഥ്യാന്ന്. അപ്പം മിഥ്യയായിരിക്കുന്ന ഇതിനോടുള്ള താതാത്മ്യമാണ് എൻ്റെ പ്രശ്നം എന്ന് മനസ്സിലായി അത് മാറിക്കിട്ടണം. ഇതാണ് ഈ ശ്ലോകത്തെന്ന് പറയുന്നത്. എല്ലായിടത്തും എത്തുക എന്ന് പറഞ്ഞാൽ ശരീരമാണ് എത്തുന്നത്. ആത്മാവ് എല്ലായിടത്തും ഉള്ളതുകൊണ്ട് പിന്നെ അത് എത്തുക എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല. അതുപോലെ തന്നെ മനസ്സും. ഇപ്പോൾ പലരും ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും. പക്ഷെ അവർ മനസ്സുകൊണ്ട് വേറെ പലയിടത്തും ആയിരിക്കും. ശരീരം ഇവിടെയും മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കുറേ കഴിയുമ്പോൾ എന്താ പറഞ്ഞത് ചോദിക്കും. അതിൻ്റെ അർത്ഥം കേട്ടിട്ടില്ല, മനസ്സ് എവിടെയില്ലായിരുന്നു. മനസ്സ് എവിടെയാണോ ഉള്ളത് അവിടുത്തെ കാര്യങ്ങളെ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോൾ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കണു, ആത്മാവ് ചലിക്കുന്നില്ല. നിശ്ചല തത്വം എന്നാ പറയാം. പരബ്രഹ്മം, നിശ്ചല തത്വം എന്നൊക്കെ പറയാം. അതിൽ ചലനങ്ങൾ സംഭവിച്ചുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് എന്തിനാണ്, പല പ്രാവശ്യം ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലിത് ഉറപ്പുള്ളൂ. നമുക്ക് അത് ദൃഢമാവുക പറഞ്ഞാൽ ബോധം ഉറച്ചിരിക്കണം. ഇനി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഈ ആത്മാവ്, ശരീരം ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയി എന്ന് തന്നെ വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ പറയുന്ന ഇതെല്ലാം ആയി മാറിയിരിക്കുന്നത് ശരീരം, ആത്മാവാണ്. ശരീരമായി മാറിയിരിക്കുന്നത് തന്നെ ഇല്ലെങ്കിൽ കാണപ്പെടുന്നത് തന്നെ ആത്മാവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നടന്നു, ഞാൻ പോയി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറി ആലോചിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മൾ സ്വപ്നം കാണുകയെന്ന് വിചാരിച്ചോളൂ. സ്വപ്നത്തിൽ ആ സ്വപ്നം കാണുന്ന വ്യക്തി ഉണ്ടാവും, ഒരു ക്യാരക്ടർ. അയാൾ ചിലപ്പോൾ സ്വപ്നത്തിൽ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ അയാളിൽ നിന്ന് പുറത്തേക്ക് പോയോ എന്ന് ചോദിച്ചാൽ അയാൾ പോയിട്ടില്ല. സ്വപ്നം കാണുന്ന വ്യക്തിയുടെ ഉള്ളിൽ തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. അയാളിൽ നിന്നും പുറത്തേക്ക് പോയിട്ടില്ല. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് പോയി, പല നാടുകളിൽ പോയി എന്നൊക്കെ തോന്നും. ആ ശരീരത്തിനോട് താതാത്മ്യമുള്ളിടത്തപ്പോൾ ആ ശരീരം എവിടെയൊക്കെ പോയി തോന്നും, അവിടെയൊക്കെ ഞാൻ പോയി തോന്നും. ഉണർന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടായിട്ടേ ഇല്ല. അതുപോലൊരവസ്ഥയിലാണ് നമ്മളിപ്പം. അതുകൊണ്ട് എല്ലാം ആത്മാവ് മാത്രമാണ്. അതിലുള്ള അനുഭവങ്ങളെല്ലാം തോന്നപ്പെടുന്നതാണ്. ഈ ചലനങ്ങളൊക്കെ അതിലുള്ള ഉപാധികൾക്ക് മാത്രമാണ്, ആത്മാവിനല്ല.
ചലനങ്ങൾ ആത്മാവിനല്ലാത്ത സ്ഥിതിക്ക് ജനന മരണങ്ങളും ആത്മാവിനല്ല, ശരീരത്തിനാണ്. ചോദ്യം എന്തായിരുന്നു? മരണത്തിന് ശേഷം എന്ത് സംഭവിക്കണം എന്നുള്ള. ഇവിടെ ജനന മരണങ്ങളെ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ചോദ്യം തെറ്റാണ്. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഇത് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ദിവസം. ഇന്നിപ്പോൾ കുറേ ആൾക്കാർ പോയിട്ട് കർക്കിടക വാവ് ബലിയൊക്കെ ഇട്ട് വന്നാണ് പിതൃക്കൾക്ക് വേണ്ടിയിട്ട്. എന്താണ്? ഒരു ജീവൻ ഉണ്ടായിരുന്നു, ആ ശരീരത്തിൽ നിന്ന് ആ ജീവൻ പോയി, പല ലോകങ്ങളിലേക്ക് പോയി എന്നൊക്കെ ഒരു വിശ്വാസം നമ്മളിലുള്ളത് കാരണം ആ വിശ്വാസത്തിന് അനുസരിച്ചുള്ള കുറേ ആചാരങ്ങളുണ്ടായി, അനുഷ്ഠാനങ്ങളുണ്ടായി, അതിനൊക്കെ പോയി ചെയ്തിട്ട് വന്നു. ഈ ഒരു വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്കിതൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ മനസ്സിൽ കുറ്റബോധം തോന്നും, നമ്മൾ അവരെ ബഹുമാനിച്ചില്ല, ആദരിച്ചില്ല എന്നൊക്കെ തോന്നും. അതെപ്പോഴും ഇതെല്ലാം മാറുക? അവനവൻ നമ്മൾ സ്വയം ദേഹമല്ല എന്ന ബോധത്തിലേക്ക് എത്തുമ്പോഴേ ഇതെല്ലാം മാറുള്ളൂ. ഞാൻ ഉണ്ട്. നമ്മളിപ്പോൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഞാനുണ്ട്, ദേഹം ഉണ്ട്. ആ ദേഹത്തിൻ്റെ സത്യം ആണ് എന്ന് നമ്മൾക്ക് ബോധിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ജഗത്തൊക്കെ സത്യമാണ്, കാണുന്ന ലോകമൊക്കെ സത്യമാണ് തോന്നും. അപ്പോൾ അതിനകത്ത് ഒരാൾ വന്നു പോയി, ജനിച്ചു മരിച്ചു എന്നുള്ളതൊക്കെ സത്യമായിട്ട് തോന്നും. അപ്പം നമ്മളെ മനസ്സിൽ നാച്ചുറലായിട്ടൊരു ചോദ്യം വരും, ഈ ശരീരം ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴും മരിച്ചു കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ എന്താണ്? എന്തോ ഒരു സാധനം ഇതിന്ന് പോയപ്പോഴാണ് ഇത് നിർജീവമായത്. അപ്പോൾ ജീവൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എന്ന് നമുക്ക് തോന്നും. ഇതാണ് നമ്മളുടെ പ്രശ്നം. ആ ശരീരത്തിലെ ആത്മാംശം, അതിന് നമ്മൾ സാങ്കേതികമായിട്ട് പറയുന്ന ഒരു പേരാണ് ജീവൻ എന്നുള്ളത്. ഒരു ദേഹത്തിന് അതിൻ്റെ പ്രാരബ്ധം പൂർണ്ണമാകുമ്പം അത് നിശ്ചലമാവും, വീണ്ടും ഡീകമ്പോസ് ആവും, ഇല്ല അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. ഇത് നാച്ചുറലായിട്ട് സംഭവിക്കാനുള്ളതാണ്. നമ്മൾ ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ വരുന്നതും പോകുന്നതും ചലനങ്ങളും ഒക്കെ ഉപാധികൾക്ക് മാത്രമേ ഉള്ളൂ, ആത്മാവിനില്ല. ഇതാണ് ഭഗവാൻ. ഈ സത്യം അറിയുന്ന ആൾക്ക് മാത്രമേ ആത്മസാക്ഷാത്കാരം കിട്ടുകയുള്ളൂ. എപ്പോഴും ഉള്ളത് ആത്മാവിൻ്റെ നമ്മൾ സത്യം, മാറിക്കൊണ്ടിരിക്കുന്ന അസത്യം, അങ്ങനെ പറയാം. അപ്പോൾ ഈ അനാത്മ വിവേകം ഉള്ളവർക്ക്, ആത്മാനാത്മ വിവേകം, സത്യാസത്യ വിവേകം എന്നൊക്കെ പറയും, നിത്യാനിത്യ വിവേകം, ഇങ്ങനെ പലതും പല ഭാഷയിൽ പറയുന്നുണ്ട്, പല വിധത്തിൽ. അപ്പോൾ ഈ കാര്യങ്ങളെ തിരിച്ച് അറിഞ്ഞ് ശരിക്ക് ബോധിച്ച ഒരാൾക്ക് മാത്രമേ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ മോക്ഷം എന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് യമൻ എന്നെപ്പോലുള്ളവർക്കേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് എന്നെപ്പോലെയുള്ളവർ എന്നുള്ള അഹങ്കാരത്തോടു കൂടി പറയല്ല, ഈ ആത്മാനാത്മ വിവേകത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിച്ചേരണം നമ്മൾ ഈ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ആ തലത്തിലേക്ക് എത്തണം. യമൻ എങ്ങനെ ആ തലത്തിലേക്ക് എത്തിയെന്ന് ഇനി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, കർമ്മങ്ങളിലൂടെ ഈ ചിത്തശുദ്ധി നേടി ഈ തലത്തിലേക്ക് എത്തിച്ചേരണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ എത്തിച്ചേരുന്നവർക്ക് മാത്രമേ മോക്ഷം കിട്ടുന്നുള്ളൂ, ആത്യന്തികമായ ദുഃഖനിവൃത്തി ഉണ്ടാവുന്നുള്ളൂ. 22ാമത്തെ മന്ത്രം നോക്കാം. അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ ന ശോചതി. അസ്ഥിരങ്ങളായ ശരീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവനും ശരീരമില്ലാത്തവനും ഏറ്റവും മഹത്തായിരിക്കുന്നവനും സർവവ്യാപിയുമായ ആത്മാവിനെ മനനം കൊണ്ട് സാക്ഷാത്കരിച്ചിട്ട് പിന്നീട് ബുദ്ധിമാൻ ദുഃഖിക്കുന്നില്ല. മനനം കൊണ്ട് സാക്ഷാത്കരിക്കുക, അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗമാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു. കർമ്മങ്ങളോ പിന്നെ ഇതിൻ്റെയൊക്കെ സ്വാധ്യായത്തിൻ്റെയൊക്കെ ലിമിറ്റ് ഇതുവരെയാണ്. മനനം ഇല്ലാത്തിടത്തോളം കാലം തത്വത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. എന്താണോ കേൾക്കുന്നത് അതിങ്ങനെ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ പോലെ പാടി പാടി നടന്നിട്ട് ഒരു കാര്യമില്ല. കുറേ പാരായണം ചെയ്തു പാരായണം ചെയ്യുമ്പോൾ അതിനകത്തെ തത്വം എന്താണ്,
നമ്മൾ ആ തത്വത്തിലേക്ക് ഉയരുന്നുണ്ടോ? ഇതൊക്കെ ഓരോ സാധകൻ അറിയണം. ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് ആരാ പറയുന്നത്? യമനാണ് പറയുന്നത്. എന്തിനാ പറയുന്നത്? യമൻ്റെ തലത്തിനെയും അതിക്രമിക്കണം. അതിനു വേണ്ടിയിട്ടായി പറയുന്നത്. മൃത്യുവിനെയും അതിക്രമിച്ചു പോകണമെങ്കിൽ മനനം കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. അപ്പം മനനം ചെയ്യണം. എന്തൊക്കെയാണ് മനനം ചെയ്യാനുള്ളത്? ഈ ആത്മാവ് എന്ന് പറയുന്നത് അസ്ഥിരങ്ങളായ ശരീരത്തിലുണ്ട്. ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ സർവ്വവ്യാപി, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ശരീരത്തിന് പുറത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആത്മാവിലാണ് ശരീരം. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ശരീരത്തിലാണ് ആത്മാവെന്ന്. എൻ്റെ ജീവൻ എന്നൊക്കെ പറയാം. അങ്ങനെയല്ല, ജീവനിലാണ് ശരീരം. ഇതാണ് ഓർക്കുക. ജീവൻ എന്നുള്ള സാങ്കേതികമായിട്ട് നമ്മൾ പറയുന്ന പേരാണ്. ജീവനും ആത്മാവും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആത്മാവിലാണ് ദേഹം. ആത്മാവിലാണ് ദേഹമുണ്ടായത്, ആത്മാവിലാണ് നിലനിന്നത്, ആത്മാവിലേക്കാണ് ലയിച്ചത്. അപ്പം ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരു ആത്മാവില്ല. ഇതുവരെ നമ്മൾ ഉൾട്ട മനസ്സിലാക്കിയതിൻ്റെ പ്രശ്നമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇവിടെ പറഞ്ഞു അസ്ഥിരങ്ങളായ ശരീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവനും അതേസമയം ശരീരമില്ലാത്തവനും. ആത്മാവിന് രൂപമില്ല, അരൂപിയാണ്. എന്തുകൊണ്ടാണ് ആത്മാവിന് രൂപമില്ലാത്തത്? സർവ്വവ്യാപി ആയതുകൊണ്ട്. സർവ്വവ്യാപിക്ക് എന്തുകൊണ്ടാണ് രൂപമില്ലാത്തത്? സർവ്വവ്യാപിയായ ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു തത്വത്തിന് അതിർത്തികളുണ്ടാവില്ല. ഒരു രൂപം വേണമെങ്കിൽ ഒരു ഔട്ട്ലൈൻ വേണം, ഒരു ബോർഡർ. ഇപ്പം ഞാനിപ്പോൾ ഈ വ്യക്തി ഇവിടെ ഇരുന്ന് പറയും, ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഞാൻ പറയുന്നത്. ഞാനല്ലാത്ത ഒത്തിരി ഭാഗമുണ്ട്. ഈ ശരീരം ഒഴികെ ബാക്കിയുള്ളിടത്തും ഞാനില്ല. അതാണ് എൻ്റെ അവസ്ഥ. പക്ഷെ ആത്മാവ് അങ്ങനെയല്ല. ആത്മാവ് സർവ്വവ്യാപിയാണ്. അത് കാരണം അതിന് അതിര് തീരുമാനിക്കാൻ പറ്റില്ല. അതിരില്ലാത്തൊരു സാധനത്തിന് രൂപവുമില്ല. അതുകൊണ്ടാണ് ശരീരമില്ല എന്ന് പറയുന്നത്. ഉപാധിഗതനല്ല, ഉപാധികൾക്കൊക്കെ അതീതമായിട്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും മഹത്തായിരിക്കുന്നത് പറഞ്ഞാൽ ഏറ്റവും വലുത്, ഇതിലപ്പുറം ഇനി ഒന്നുമില്ല. അതാണ് അങ്ങനെ പറയുന്നത്, മഹത്തായിരിക്കുന്നു. സർവ്വവ്യാപിയുമായ ആത്മാവിനെ മനനം കൊണ്ട് സാക്ഷാത്കരിക്കണം, ദൃഢമായി ബോധിക്കണം, വീണ്ടും 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 വിചാരണം ചെയ്യണം. ഇതിപ്പം നമ്മൾ ക്ലാസ് ചെയ്യുമ്പോൾ മാത്രം ഓക്കെ എല്ലാം ആത്മാവാണ് എന്നും പറഞ്ഞ് പുസ്തകം മടക്കി വെച്ച് കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല. ഉണരുമ്പോഴും ഓർമ്മ വരുമ്പോൾ ഇതൊക്കെ ഓർമ്മിക്കണം. വീണ്ടും 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 നിരന്തരമായിട്ട് പറഞ്ഞു. അതിനൊക്കെയാണ് ഭക്തി എന്ന് പറയാം. നിരന്തരമായ ഇത്തരം ആത്മവിചാരം. ഈ ആത്മാവിന് ശരീരവുമായിട്ട് ബന്ധമില്ല. ഒന്നാമത്തെ കാര്യം. ശരീരം എന്ന് പറയുമ്പം സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഈ 3 ശരീരവുമായിട്ട് അതിന് ബന്ധമില്ല. അതുകൊണ്ട് അതിന് ശരീരമില്ലാത്തവൻ എന്ന് പറയുന്നു. ഇത് 3ഉം ആത്മാവിലാണ്. ഇത് തിരിച്ചും മറിച്ചും ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തിനാ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ഇത് മനസ്സിലുറക്കുള്ളൂ. അതുകൊണ്ട് സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ ജാഗ്രത അവസ്ഥയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ശരീരം. ഇപ്പം നമ്മളൊക്കെ സ്ഥൂല ശരീരത്തിലാണ്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ സ്വപ്നാവസ്ഥയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ശരീരം. കാരണ ശരീരം എന്ന് പറഞ്ഞാൽ സുഷുപ്തി അവസ്ഥയിലുള്ള ശരീരം. അത് നമുക്ക് അനുഭവമില്ല. സുഷുപ്തി അവസ്ഥയിൽ ഒരനുഭവമില്ല എന്നൊരനുഭവമേ നമുക്കുള്ളൂ. അവിടെ നമുക്ക് ദേഹബോധമില്ല. അത് കാരണം അഹങ്കാരമില്ല. അത് കാരണം ദുഃഖങ്ങളുമില്ല. ആനന്ദം മാത്രം. അപ്പോൾ ദേഹത്തോട് ചേർന്ന അഹങ്കാരമുള്ളപ്പം മാത്രമേ നമുക്ക് സുഖദുഃഖങ്ങളും സംസാരാനുഭവങ്ങളും ഉള്ളൂ. അഹങ്കാരമില്ലാത്തപ്പോൾ ആനന്ദമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സാധനകളിലൂടെ അഹങ്കാരനാശം ഉണ്ടാവണം. അപ്പോഴേ ആനന്ദം അനുഭവിക്കുള്ളൂ, മോക്ഷം അനുഭവിക്കുള്ളൂ, ആത്യന്തികമായ ദുഃഖ നിവൃത്തി. അപ്പോൾ ഈ ഉപനിഷത്ത് പഠനത്തിലൂടെയൊക്കെ നമുക്ക് സാധിക്കേണ്ടത്, ഉപനിഷത്ത് പഠനത്തിന് 3 സ്റ്റേജാണ്: ശ്രവണം, മനനം, നിധിധ്യാസനം. ഓക്കെ. അപ്പം നന്നായിട്ട് കേൾക്കുക. കേട്ടത് എന്താണ് എന്ന് വീണ്ടും 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 വിചാരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ വരും. ആ സംശയങ്ങൾ നിവർത്തിക്കുക, വീണ്ടും വിചാരം ചെയ്യുക. അതിനാണ് മനനം പറയുക. മനനത്തിലൂടെ മനസ്സിലായ കാര്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങുക. നിധിധ്യാസനം. വെറുതെ ബുക്ക് പഠിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരണം തത്വത്തിലൂടെയുള്ള ജീവിതം. അപ്പോഴേ ആവുള്ളൂ. അങ്ങനെയാവുമ്പോൾ എന്തുണ്ടാവും? ആത്മസാക്ഷാത്കാരം ഉണ്ടാവും. ആത്മസാക്ഷാത്കാരം ഉണ്ടെങ്കിലോ ദുഃഖ നിവൃത്തി ഉണ്ടാവും. അതുകൊണ്ടാണ് ആത്മസാക്ഷാത്കാരം ഉണ്ടായതിന് ശേഷം ദുഃഖിക്കുന്നില്ല എന്ന് പറഞ്ഞു. ദുഃഖം എപ്പോഴും അഹങ്കാരത്തിൻ്റെ തലത്തിലേ ഉണ്ടാവുള്ളൂ.
അജ്ഞാനത്തിലാണ് സുഖദുഃഖങ്ങളുള്ളത്. അജ്ഞാനത്തിനെ അതിക്രമിച്ച ഒരാൾക്ക് ആനന്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടുന്ന് അവർ തിരിച്ചിങ്ങോട്ട് എത്തില്ല എന്ന് പറഞ്ഞ ബോധത്തിൻ്റെ തലം വീണ്ടും സംസാരത്തിലേക്ക് എത്തില്ല. അവർ സംസാരത്തിന് സാക്ഷി മാത്രമാണ്, പിന്നെ ആനന്ദാവസ്ഥയിലാണ്. ഇതാണ് ലക്ഷ്യം. ഇനി ആത്മാവിനെ കുറിച്ചുള്ള വിസ്താരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ആത്മസാക്ഷാത്കാരത്തിലേക്ക് എങ്ങനെയൊക്കെ എത്തിച്ചേരാം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നായമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയാ ന ബഹുനാ ശ്രുതേന യമേവൈഷ വൃണുതേ തേന ലഭ്യഃ തസ്യൈഷയാത്മാ വിവൃണുതേ തനും സ്വാം. അയമാത്മാ, ഈ ആത്മാവ് പ്രവചനം കൊണ്ട് ലഭിക്കുന്നില്ല. പ്രവചനം എന്ന് പറഞ്ഞാൽ പഠിക്കുക, പ്രചരിപ്പിക്കുക. ബുദ്ധിശക്തി കൊണ്ട് ലഭിക്കില്ല. ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു വസ്തു ആയതുകൊണ്ടല്ല, നമ്മൾ ആ തലത്തിലേക്ക് എത്തില്ല എന്ന് പറഞ്ഞത്. ബുദ്ധി കൊണ്ടും മോക്ഷം കിട്ടുന്നില്ല. പിന്നെന്ത് പറഞ്ഞു? ബഹുനാസുതന ഒരുപാട് പല വിധത്തിലുള്ള ശ്രവണം കൊണ്ടും മോക്ഷത്തിലേക്ക് എത്തുന്നില്ല. ഈ ആത്മാവ് ഏതൊരുവനെ അല്ലെങ്കിൽ യാതൊരുവനെ വരിക്കുന്നുവോ അങ്ങനെ വരിക്കപ്പെട്ടവനാൽ കിട്ടത്തക്കവനാകുന്നു എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാവണമെങ്കിൽ ആത്മാവിൻ്റെ അനുഗ്രഹം തന്നെ വേണം. എങ്ങനെയാണ് അത് നേടിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആത്മാവ് സ്വരൂപത്തെ വെളിവാക്കി കൊടുക്കുന്നു. ആത്മസാക്ഷാത്കാരം എന്താണ് എന്ന് അപ്പോഴാണ് അനുഭവമാവുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇത് നമ്മുടെ മനസ്സിലെ കുറേ തെറ്റിദ്ധാരണകൾ ഇപ്പം മാറും. ന അയമാത്മാ പ്രവചനേന ലഭ്യഃ, ഈ ആത്മാവിനെ പ്രവചനങ്ങളെ കൊണ്ട് കിട്ടുന്നില്ല. പ്രവചനം എന്ന് പറയുന്നത് നമ്മൾ തൈത്തിര്യത്തിൽ പഠിക്കുന്നത് സ്വാധ്യായ പ്രവചനേച്ച എന്ന് പറയും. പഠിക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വേദം ചൊല്ലി നടന്നാൽ മോക്ഷം കിട്ടില്ല. ശാസ്ത്രങ്ങൾ പഠിച്ച് പാടി നടന്നാൽ മോക്ഷം കിട്ടില്ല. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ വായിക്കാൻ പോയി, ഇവിടെ വായിക്കാൻ പോയി, എന്നെ മത്സരത്തിന് പോയി അല്ലേ. മത്സരത്തിന് പോലും ജയിക്കലൊക്കെ ദേഹത്തിൻ്റെ തലത്തിലാണ്. എത്ര വലിയ വിഡ്ഢിത്തങ്ങളാണെന്ന് നോക്കൂ. ആധ്യാത്മിക ശാസ്ത്ര പഠനം ഒന്നും മത്സരത്തിനുള്ളതല്ല. വെറുതെ പാടി നടന്നിട്ടും കാര്യമില്ല. ഇപ്പോൾ ഇവിടെ അഫ്ഗാനിസ്ഥാനിലോ താലിബാനിലോ എവിടെയോ പോയിരുന്ന് അവിടുത്തെ ജിഹാദികളുടെ കൂടെയുള്ള ഒരു കുട്ടി ഇവിടുന്ന് മതം മാറിപ്പോയതാണ്. കേരളത്തിൽ നിന്ന് പേര് മറന്നുപോയി. ആ കുട്ടി പഠിക്കുന്ന സമയത്ത് ഭഗവത്ഗീത പാരായണത്തിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടിയാണ്. പാരായണം ചെയ്തിട്ട് ഇപ്പം എന്താ കാര്യം ഉണ്ടായി? ആ തത്വം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ കുട്ടി അങ്ങനെ പോവില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, അങ്ങനെ പാരായണം ചെയ്യാം, ഇങ്ങനെ പാരായണം ചെയ്യാം. പാരായണം ചെയ്ത് തെറ്റിപ്പോയി, അവിടെ അലങ്കാരം തെറ്റി, സന്ധി തെറ്റി. ഇതൊക്കെ ഓക്കെ. നമ്മൾ ഗ്രാമർ പഠിക്കാനല്ലല്ലോ പോകുന്നത്, തത്വം മനസ്സിലാക്കാനല്ലേ. കുറേ സ്ഥലത്ത് നാരായണീയം ക്ലാസ് ഉണ്ട്. എല്ലാവരും പോയിട്ട് വലിച്ചു വാരിയിരുന്ന് നാരായണം ചൊല്ലണ കേൾക്കാം. അതിനെ കുറ്റമായിട്ട് പറയല്ല. എന്തായി ചെല്ലണത് എന്നൊന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ. കുറേ നാരായണീയം ചെല്ലും. ഓരോ ഇത് കഴിയുമ്പോൾ അവിടെ ഒരാളിരുന്ന് കുറച്ച് പൂജ ചെയ്യും, മണിയടിക്കും. എന്തായി ചെയ്യുന്നത്? എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇതൊന്നും യാതൊരു ബോധവുമില്ല സത്യം പറയുകയാണെങ്കിൽ. ഇടയ്ക്ക് വളരെ വിഷമം തോന്നും ഓരോരുത്തരെ ഈ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ. ഏതെങ്കിലുമൊക്കെ ദശകെടുത്തു, അല്ലെങ്കിൽ ഭാഗവതം, ഭഗവത്ഗീത, ഞാനൊരു പ്രത്യേകത്തിന് പറയല്ല, വെറുതെ ഇത് പാടി നടന്നിട്ട് എന്താണോ ഇതുകൊണ്ട് കിട്ടേണ്ടത് അത് കിട്ടുന്നില്ല. മാർഗവും ലക്ഷ്യവും മാറിപ്പോവുക പറയും. ലക്ഷ്യം എന്താണ്? മോക്ഷം നേടുക എന്നുള്ള. അവിടെ എത്താനുള്ള മാർഗം എന്താണ്? ശാസ്ത്രം പഠിക്കുക എന്നുള്ള. ശാസ്ത്രം പഠിക്കാൻ തുടങ്ങി. പിന്നെന്തായി? ശാസ്ത്രം പഠിക്കുക, പാടി നടക്കുക എന്നുള്ളത് ലക്ഷ്യമായി മാറി. മോക്ഷം എന്നുള്ള ലക്ഷ്യം പോയി കഴിയുന്നു. അവിടെ മത്സരം കൂടി വന്നു കഴിഞ്ഞാലോ പിന്നെ സ്പർദ്ധയെ, ആൾക്കാർ തമ്മിൽ വിഷമം. അവിടെ അങ്ങനെ പാടി എനിക്ക് മാർക്ക് കിട്ടിയില്ല, ഇവരിങ്ങനെ പാടി, ഇല്ലെങ്കിൽ ആ ആശ്രമത്തിലെ ആൾക്കാർക്ക് പ്രത്യേകം പരിഗണന കൊടുത്തു. അസൂയായി, സ്ഥാനമോഹങ്ങളായി,
എനിക്ക് ഒന്നാമനാവണം, എനിക്ക് രണ്ടാമനാവണം, ഇതൊന്നുമല്ല ഈ ശാസ്ത്രത്തിൽ പറഞ്ഞേ. ഇതൊക്കെ നമ്മുടെ ദേഹവും മനസ്സും ബുദ്ധിയുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് ചാടാനാണ് ഇത് പഠിക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഇതിനകത്ത് ചെന്ന് ചാടിക്കൊടുത്തു, തല വെച്ച് കൊടുത്തു കെണിയിൽ. അതുകൊണ്ട് കൃത്യമായിട്ട് ഇവിടെ യമൻ പറയുന്നു, ഈ വക പഠനം കൊണ്ടൊന്നും ആത്മസാക്ഷാത്കാരം ഉണ്ടാവില്ല. പിന്നെന്ത് പറയുന്നു? ബുദ്ധിശക്തി കൊണ്ട് ലഭ്യം. ബുദ്ധി എന്നിവിടെ പറയാൻ കാരണം ഓർമ്മകൾ, ബൈഹാർട്ട് പഠിക്കൽ ഇല്ല. ഭഗവത്ഗീത 700 ശ്ലോകം എനിക്ക് കാണാപ്പാടാണ്. നിങ്ങൾക്ക് മോക്ഷം കിട്ടിയോന്ന് ചോദിച്ചിട്ടില്ല. കാണാപ്പാടം പഠിച്ചിട്ട് വല്ല കാര്യമുണ്ട്? 700 ശ്ലോകം അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് ചെല്ലാനും അറിയണവരുണ്ട്. പല ഉപനിഷത്തുക്കളും കാണാപ്പാടം പഠിച്ച് ചെല്ലുന്നവരുണ്ട്. ഒരുപാട് സൂക്തങ്ങൾ നമ്മൾ തന്നെ കാണാപ്പാടം പഠിച്ച് ചെല്ലുന്നുണ്ട്. ഭാഗവതം, നാരായണീയം, ഇതൊക്കെ ഭഗവത്ഗീത ബൈഹാർട്ട് പഠിച്ച് ചെല്ലുന്നവരുണ്ട്. എന്തിനാണോ ഈ ശാസ്ത്രം പഠിച്ചത് ആ തലത്തിലേക്ക് എത്തിയോ? ഇല്ല, ബൈഹാർട്ട് പഠിച്ചു. അതാണ് ഇവിടെ പറയുന്നത്, ബുദ്ധി കൊണ്ട് കിട്ടില്ല. വെറുതെ ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചുകൊണ്ടോ ചിന്തിച്ചതോ കൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? വേദാന്ത ശ്രവണം കൊണ്ടും കിട്ടുന്നവനല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ വേദാന്തം കേട്ടുകൊണ്ടിരിക്കുക. വെറുതെ കേട്ടാലും സാക്ഷാത്കാരം കിട്ടില്ല. അതാണ് പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പം നമുക്ക് ഭയങ്കര മൂഡ് ഓഫ് ആവും, താല്പര്യം പോവും. ഇത്രയൊക്കെ മെനക്കെട്ട് ശാസ്ത്രം പഠിച്ചിട്ട് എന്തിനാണോ പഠിക്കുന്നത്, അങ്ങോട്ട് എത്തില്ലല്ലോ എന്ന് പറയും. അപ്പം അങ്ങനെ മൂഡ് ഓഫ് ആവാതിരിക്കാൻ, നിരാശപ്പെടാതിരിക്കാൻ തുടർന്ന് പറയണു, ഈ ആത്മാവ് ആരെ അനുഗ്രഹിക്കുന്നുവോ അവന് ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നു. അപ്പോൾ ആത്മാവിൻ്റെ അനുഗ്രഹം നേടിയെടുക്കണം. ആത്മാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, നീ നന്നായി വായിച്ചിട്ടോ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ, അങ്ങനെ പറയുന്നൊരു ആത്മാവ് ഉണ്ടാവുമോ? അങ്ങനെ പറഞ്ഞൊരു ആത്മാവ് ഉണ്ടാവില്ല. ആത്മാവ് അല്ലേ? അപ്പോൾ നമുക്ക് ആലോചിച്ചറിയാം, ആത്മാവിന് ദേഹവും ഇതൊന്നും ഇല്ലല്ലോ. ആദ്യം പറഞ്ഞില്ലേ ശരീരമൊന്നും, പിന്നെ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ആത്മാവിൻ്റെ അനുഗ്രഹം നേടുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവഭാവവും പരമാത്മഭാവത്തിൻ്റെയും ഇടയിൽ എന്താണോ തടസ്സമുള്ളത് അതിനെ മാറ്റണം. അതിനെ മാറ്റിയവർക്കാണ് ആ അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞത്. എന്താണ് തടസ്സമായിട്ട് നിൽക്കുന്നത്? മായ, അജ്ഞാനം എന്ന് പറയാം. ഇതിനെ ആണ് മാറ്റേണ്ടത്. ഈ അജ്ഞാനത്തിനെ മാറ്റുന്നതിനാണ് ആത്മാവിൻ്റെ അനുഗ്രഹം തേടുക എന്ന് പറയുന്നത്. അങ്ങനെ നേടിക്കഴിഞ്ഞ ആൾ, അജ്ഞാനത്തിനെ പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞ വ്യക്തി ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്ക് എത്തിച്ചേരുന്നു. അതാണ് അയാൾക്ക് സ്വന്തം രൂപം വെളിപ്പെടുത്തി കൊടുക്കുന്നു പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് നമ്മളുടെ സ്വരൂപം മനസ്സിലാവും. ഞാൻ ആത്മാവാണ്, അഹം ബ്രഹ്മാസ്മി എന്ന തലത്തിലേക്ക് എത്തണമെങ്കിൽ ഈ മായയെ, അജ്ഞാനത്തെ അതിക്രമിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെയും ഈശ്വരൻ്റെ ഇടയ്ക്കുള്ള മറവിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്ര പഠനം മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. അവിടെ മത്സര ബുദ്ധിയോ ഇതിനൊന്നും സ്ഥാനമില്ല. നീ നന്നായിട്ട് ചെല്ലി, ഞാൻ അത്ര ചെല്ലിയില്ല, അവർ ഭയങ്കര സ്മാർട്ടല്ലേ, അതുകൊണ്ട് ഞാൻ പഠിക്കാൻ വരുന്നില്ല. ഇതെന്തിനങ്ങനെ പരസ്പരം കമ്പാരിസൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എത്രയോ ക്ലാസ്സുകൾ ആൾക്കാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം എത്രയോ ആൾക്കാർ ക്ലാസ് ഒഴിവാക്കും. അതിനേക്കാൾ എത്ര എളുപ്പമുണ്ട് ആ അഭിപ്രായ വ്യത്യാസം കൊണ്ട് മാറ്റിയാൽ പോരെ, രണ്ടാക്കും ക്ലാസ്സിൽ വന്നൂടെ നേരം. അപ്പം ഞാൻ ക്ലാസ്സിന് പോകുന്നില്ല, അവരെന്താ വെച്ചാൽ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത്. കാരണം എന്താണ്? മറ്റാളെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇതിനൊക്കെ തന്നെയാണ് മായ എന്ന് പറയുന്നത്. ഈ വക എന്താ പറയുക, നമ്മളുടെ അറിവില്ലായ്മയെ മാറ്റി എടുക്കണം. അതിനാണ് ആധ്യാത്മിക ശാസ്ത്ര പഠനം. പഠനം കൊണ്ട് ഉപയോഗമില്ല എന്നിവിടെ പറഞ്ഞെങ്കിൽ, പഠനം കൊണ്ട് മാത്രം മോക്ഷം കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പഠനത്തിനെ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. എനിക്ക് ആരോടെങ്കിലും ഇഷ്ടമോ അനിഷ്ടമോ തോന്നുന്നുണ്ടെങ്കിൽ, അസൂയ തോന്നുന്നുണ്ട്, കുശുമ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അഹങ്കാരം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മളെ കയ്യിൽ നിന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ഭഗവത്ഗീത പഠിക്കുമ്പോഴും അതിൽ ഈ അസൂയ എന്നുള്ളത് ആസുരിക ഭാവമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് നമ്മളെ മനസ്സിൽ വരുന്ന, എപ്പോഴും പഠനം അവനവനെ അവലോകനം ചെയ്യാനായിരിക്കണം. നമ്മുടെ മനസ്സിൽ ഓരോ ഭാവം, ഓരോ അനുഭവം വരുമ്പോൾ നമ്മളെങ്ങനെ പ്രതികരിച്ചു, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഞാൻ ഇനിയും കുറേ ശരിയാവാനുണ്ട്. ഇങ്ങനെ ടൈം പാസ്സാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കാര്യമില്ല, ഞാൻ എന്നെ തന്നെ മാറ്റിയെടുക്കാനുണ്ട് എന്നപ്പോഴേ മനസ്സിലാവുള്ളൂ. അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ മാത്രമേ മോക്ഷം എന്ന തലത്തിലേക്ക് എത്തുള്ളൂ.
നാവിരതോ ദുശ്ചരിതാത് നാശാന്തോ നാസമാഹിതഃ നാശാന്തമാനസോ വാപി പ്രജ്ഞാനേനൈനം ആപ്നുയാത്. ദുഷ്പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ചിട്ടില്ലാത്തവൻ ശരിയായ ജ്ഞാനമുണ്ടായാൽ പോലും ഈ ആത്മാവിനെ പ്രാപിക്കില്ല. ഇന്ദ്രിയ ശമനം വരാത്തവനും പ്രാപിക്കില്ല. ഏകാഗ്രത ഇല്ലാത്തവനും പ്രാപിക്കില്ല. എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ സത്സംഗങ്ങളും ഇത്രയൊക്കെ സൽക്കർമ്മങ്ങളും ഇതൊക്കെ ഇവിടെ നടന്നിട്ടും നമ്മൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ആത്യന്തികമായ ദുഃഖശാന്തി ഇല്ലാതെ വരുന്നത്? മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ ദുഃഖശാന്തി എന്നർത്ഥം. എന്തുകൊണ്ടങ്ങനെ വരുന്നത്? ഇവിടെ അതിൻ്റെ ഉത്തരം പറയണം. ദുഷ്പ്രവർത്തികളിൽ നിന്ന്, പാപകർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചിട്ടില്ല. കർമ്മങ്ങൾ പാപങ്ങളായിട്ട് മാറുന്നു. പാപകർമ്മം എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളിൽ പറയുന്ന പോലെ ഒരു സെറ്റ് ഓഫ് റൂൾസ് കൊടുത്തിട്ട് അതിൽ നിന്ന് തെറ്റിയ പാപം, ഇതുപോലെ ചെയ്താൽ പുണ്യം. പക്ഷേ ഹൈന്ദവ ശാസ്ത്രങ്ങളിലെ പുണ്യപാപങ്ങൾ വളരെ വ്യത്യാസമുണ്ട്. അതിനെ ധർമ്മ അധർമ്മമായിട്ടാണ് പറയാം. അപ്പം അധർമ്മ പ്രവർത്തികളിൽ നിന്ന് മാറാതിരിക്കുമ്പോൾ പാപകർമ്മം. പുനർജന്മത്തിന് കാരണമാകുന്ന സകല കർമ്മങ്ങളും പാപകർമ്മമാണ്. അതെത്ര സൽക്കർമ്മമായിട്ട് പുറത്തേക്ക് വന്നാലും ശരി, പാപകർമ്മമാണ്. ഇപ്പോൾ അമ്പലത്തിലൊരു വലിയ ഒരു സംഭവം, ഒരു ഉത്സവം നടക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരാൾ ഞാൻ ലക്ഷക്കണക്കിന് രൂപ ഞാൻ തരുന്നു, അയാൾ അത്രയും കാശ് കൊടുത്തിട്ട് ആ ഉത്സവം നടത്തി. എന്നിട്ട് പറഞ്ഞു ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ കാണാമായിരുന്നു, ഉത്സവമൊക്കെ അവിടെ നിന്ന് പോയിരുന്നു എന്ന് പറഞ്ഞാൽ കാണുന്നവരെ കണ്ണിൽ ഇയാൾ ഒരുപാട് വലിയ സൽക്കർമ്മമാണ് ചെയ്തത്. പക്ഷെ അത് അയാൾക്ക് നാശത്തിലേക്കാണ് കൊണ്ടുപോയത്. കാരണം എന്താ? ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു. ആ ഞാൻ ആണ്, അഹങ്കാരമാണ് അവിടെ പ്രശ്നം. പാപകർമ്മമായി അത്. ദക്ഷയാഗമാണ് ഉദാഹരണമായിട്ട് പറയാം. എപ്പോഴും ദക്ഷയാഗം സൽക്കർമ്മങ്ങളും നല്ല കാര്യങ്ങളായിട്ട് ചെയ്യാൻ തുടങ്ങി, പക്ഷേ അത് പാപകർമ്മമായിട്ട് മാറി, അഹങ്കാരം കാരണം. അപ്പോൾ കർമ്മങ്ങളിൽ അഹങ്കാരം ചേരുമ്പോൾ കർമ്മവാസനകൾക്ക് കാരണമാവും, അത് പുനർജന്മത്തിന് കാരണമാവും. പുനർജന്മത്തിന് കാരണമാവുക എന്ന് പറഞ്ഞാൽ സംസാര അനുഭവങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക, അതാണ് പുനർജന്മം. അതിന് കാരണമാവും. അങ്ങനെ കാരണമാവുന്ന സകല കർമ്മങ്ങളും പാപകർമ്മമാണ്. അങ്ങനെ നോക്കുമ്പോൾ പല കർമ്മങ്ങളും പാപകർമ്മം എന്ന് നമുക്ക് ഒറ്റനോട്ടത്ത് തോന്നുന്ന പല കർമ്മങ്ങളും പുണ്യകർമ്മവും. യുദ്ധം പുണ്യകർമ്മമായതാണ് കുരുക്ഷേത്ര യുദ്ധം. അവിടെ യുദ്ധമാണ്, ശത്രുനാശം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തലത്തിൽ നിന്നുകൊണ്ട് അതുകൊണ്ട് ആണ് പറയുന്നത് ഈ കർമ്മത്തിൻ്റെ ഗതി അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ ഇതൊക്കെ വളരെ ഗഹനമാണ്, ഒരു നിർവചനത്തിലൊന്നും ഒതുങ്ങില്ല എന്ന് നമ്മൾ ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നു. അതിൽ ചെയ്യുന്ന വ്യക്തി, ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, മറുപുറത്തുള്ള വ്യക്തി, സാഹചര്യം, ഒന്നായിട്ടുള്ള സാഹചര്യം, വ്യക്തിതലത്തിലും സമഷ്ടി തലത്തിലും വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ പരിഗണിക്കാനുണ്ട്. രാമായണത്തിൽ ബാലിയെ കൊന്നത് പാപകർമ്മമായിട്ടാണ് പറയാം. ശ്രീരാമൻ ഒളിയമ്പ് ചെയ്ത് കൊന്നു. പക്ഷെ ശ്രീരാമൻ്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴോ അവിടെ ബാലിയെ വധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ബാലിയെ വധിക്കാനുള്ള ഉപായങ്ങൾ തേടേണ്ടി വരും. അന്നേരം അത് ഉപായമാണ്. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ അത് ചെയ്യേണ്ടി വരും. ഇങ്ങനെ സാഹചര്യങ്ങളെയും വ്യക്തികളെയും കർമ്മത്തിൻ്റെ ഉദ്ദേശത്തെയും കർമ്മത്തിൻ്റെ പിന്നിലുള്ള മനോഭാവത്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുണ്യകർമ്മവും പാപകർമ്മവും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഇന്നിപ്പം കുറേ ആൾക്കാർ പോയിട്ട് ബലിയിട്ട് വന്നു. ഇനിയിപ്പോൾ നാളെയും കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ബലിയിടുന്നവർ യഥാർത്ഥത്തിൽ, ഞാൻ എല്ലാവരെയും പറയില്ല, പക്ഷേ ചിലരെങ്കിലും ആ ഭക്തിയോടുകൂടി ആദരവോടുകൂടിയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ പലർക്കും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ദോഷം വരും, ദുഃഖം വരും എന്നൊരു പേടി കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പിതൃക്കളുടെ മോക്ഷം ആഗ്രഹിച്ചിട്ടാണോ അതോ അവനവൻ്റെ ദുഃഖത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അവനവൻ്റെ ആശങ്കകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ നമ്മൾ സ്വയം വിശകലനം ചെയ്യേണ്ടതാണ്. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ചെയ്യാൻ. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ പുണ്യമാകുന്നുണ്ടോ പാപമാകുന്നുണ്ടോ എന്നൊക്കെ അപ്പോഴേ മനസ്സിലാവുള്ളൂ.
ഓരോ കർമ്മം ചെയ്യുമ്പോഴും നോക്കണം, എന്താണ് ഉദ്ദേശം, എന്താണ് മനോഭാവം, ഞാൻ ചെയ്തു അതോ ഞാൻ എന്തിനു ചെയ്തു. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം കർമ്മങ്ങൾ ചെയ്യാൻ. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ. ആത്മസാക്ഷാത്കാരം കിട്ടണമെങ്കിൽ പാപപ്രവർത്തികളിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? ഇന്ദ്രിയങ്ങളും മനസ്സും അടങ്ങി ബുദ്ധി ഏകാഗ്രമാവണം. ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക അല്ലേ? ശമം, ദമം, തിദീക്ഷ, ശ്രദ്ധ, സമാധാനം, ഇങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചു. ഷഡ് സമ്പത്തി പറയും, 6 ഗുണങ്ങൾ. ശമം, ദമം, ഉപരതി, തിദീക്ഷ, ശ്രദ്ധ, സമാധാനം. ഇത് നമ്മൾ തുടക്കത്തിൽ പഠിച്ചതാണ്. അപ്പം മനോനിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണം വേണം, എന്നാലേ മനസ്സ് ഏകാഗ്രമാവുള്ളൂ. ഇല്ലെങ്കിൽ മനസ്സ് പല വഴിക്ക് ചെതറി ഓടും. ഇനി മുന്നോട്ട് അതൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ പല വഴിക്ക് ഓടുന്ന മനസ്സുകൊണ്ട് ഒരിക്കലും മോക്ഷം കിട്ടില്ല. ഇനി നമ്മളുടെ ജീവിത രീതി ഒന്ന് നോക്കും. നമ്മൾ എങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്? മനസ്സ് ഏകാഗ്രമാണോ? നമ്മൾ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ കുടുങ്ങി ഓരോ സമയത്ത് ഇന്ന സീസൺ വന്നാൽ ഇന്ന അമ്പലത്തിലേക്ക്, ഇന്ന കാലം വന്നാൽ ഇന്ന അമ്പലത്തിലേക്ക്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സ് ഏകാഗ്രമല്ല. ഇപ്പോൾ തന്നെ നമ്മളൊരു ഭഗവത്ഗീത ക്ലാസ്സിൽ പോകേണ്ട സമയമായി. അപ്പോഴാണ് ഒരു ഫ്രണ്ട് പറയുന്നത്, ഇന്ന് എൻ്റെ വകയാണ് കേട്ടോ വഴിപാട്, ഇന്ന് നാരായണി എൻ്റെ വകയാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഇന്ന് ഭാഗവതം എൻ്റെ വകയാണ് കേട്ടോ, ഇന്ന് ഗീത ക്ലാസ് കൊണ്ട് ഒഴിവായിക്കോളൂ, എന്നാൽ അവിടെ പോയിരിക്കാം. അപ്പോൾ എന്ത് ചെയ്തു? അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നു. ഗീതാ ക്ലാസ് കയറിയിട്ട് അവനവനെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാളും പ്രാധാന്യം നമ്മൾ കൊടുത്തത് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനാണ്. അതുകൊണ്ട് എന്തിനാ നമ്മൾ അത് അറിഞ്ഞുകൊണ്ടാണോ ചെയ്തത്? ഇല്ല ആഗ്രഹിച്ചിട്ടാണ് ചെയ്തത്? അല്ല. അയാളുടെ മനസ്സ് വിഷമിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സുഹൃത്തിനെ നഷ്ടപ്പെടും. അപ്പോൾ ആ സൗഹൃദം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു. ഈ സൗഹൃദം എത്ര കാലം ഉണ്ടാവും? നിങ്ങൾ അയാളെ കുറ്റം പറയുന്നവരുണ്ടാവും, അത്രയേ ഉള്ളൂ. നിങ്ങളവിടെ പോയിരുന്നു, അവിടുത്തെ വഴിപാടുകളൊക്കെ കഴിഞ്ഞു, ഉച്ചയ്ക്ക് സദ്യയൊക്കെ തന്നു, സദ്യ കഴിഞ്ഞ് പുറത്തിറങ്ങും, സാമ്പാറിൽ ഉപ്പില്ലായിരുന്നു കേട്ടോ, വേറെ ആരും കിട്ടിയില്ലേ എന്നൊന്ന് ചോദിച്ചാൽ മതി, സൗഹൃദം അവിടെ കഴിഞ്ഞു. നമ്മളുടെയൊക്കെ സൗഹൃദത്തിൻ്റെ ആഴം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും പ്രാധാന്യം കൂടി കൊടുത്തിട്ട് വേണം അത് തീരുമാനിക്കാൻ, എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ സമയത്ത് ഇന്ന കാര്യമുണ്ട് കേട്ടോ, ഞാൻ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നവർ സ്നേഹിക്കുന്നവരാണെങ്കിലും ഓക്കെ എന്ന് പറയും. ഈ കാര്യം നമ്മൾ ശരിക്കും മനസ്സിൽ ഓർമ്മിച്ച് വെക്കണം. ഇല്ലെങ്കിൽ മനുഷ്യജന്മത്തിൽ പലരും നമ്മളെ പല വഴിക്ക് കൊണ്ടുപോകും. ഇവിടെയാണ് മനസ്സ് ഏകാഗ്രമാക്കണം എന്ന് പറയുന്നത്. ആത്മസാക്ഷാത്കാരമാണ് ലക്ഷ്യമെങ്കിൽ മനസ്സിനെ, ഇന്ദ്രിയങ്ങളെയും ഇതുപോലെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കണം. ഇല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കാലം കൊണ്ട്, ഇതൊന്നും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇന്ന് എൻ്റെ മനസ്സടക്കി പിടിച്ചിട്ടോ, ഇന്ന് മുതൽ ഇന്ദ്രിയങ്ങളില്ല, നാളെ ആത്മസാക്ഷാത്കാരം, അങ്ങനെയൊന്നും നടക്കാൻ പോകില്ല. ഇതൊക്കെ കാലാകാലമായിട്ട് നമ്മൾ ശീലിച്ച് വന്ന സ്വഭാവങ്ങളെ, സംസ്കാരത്തിനെ മാറ്റിയെടുക്കാൻ അതുപോലെ കാലങ്ങൾ വേണം. അപ്പം ഇത് മാറ്റിയെടുക്കുന്നത് വരെ എത്രയൊക്കെ അറിവുണ്ടെങ്കിലും ആത്മസാക്ഷാത്കാരം ഇല്ല, ആത്യന്തികമായ ദുഃഖനിവൃത്തിയില്ല. കുറേ പുസ്തകം പഠിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചൊല്ലി നടക്കാമെന്നല്ലാതെ നമ്മളുടെ ചിത്തശുദ്ധി നേടിയെടുക്കുക, അത് ഉണ്ടായിട്ടില്ലെങ്കിൽ മോക്ഷം ഇല്ല. കർമ്മങ്ങളിൽ അഹങ്കാരം ചേരുന്നുണ്ട്, അതാണ് അടുത്തത് നോക്കേണ്ടത്. കർത്തൃത്വം, ഭോക്തൃത്വം പറയും. ഇതൊക്കെ നമ്മൾ ഭഗവത്ഗീത ക്ലാസ്സിൽ പഠിച്ച. കർമ്മങ്ങളിൽ അഹങ്കാരം ചേർന്നാൽ, ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തിലാണെങ്കിൽ കർത്തൃത്വം, ഞാൻ അനുഭവിക്കുന്നു ഭോക്തൃത്വം. ഇത് രണ്ടും അഹങ്കാരത്തിൻ്റെ രണ്ട് ഭാവങ്ങളാണ്. അപ്പം അതുണ്ടാവാൻ പാടില്ല. അതുണ്ടെങ്കിലും മോക്ഷം കിട്ടില്ല. ഒരുപാട് കണ്ടീഷൻ ഈ മന്ത്രത്തിൽ നമുക്ക് പറഞ്ഞു തന്നു, വളരെ കൃത്യമായി. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ പറഞ്ഞു, ഇതിലൊന്നും ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ എന്തൊക്കെ എങ്ങനെയൊക്കെ പഠിച്ച് പാടി നടന്നിട്ടും കാര്യമില്ല. ആദ്യം അവനവനെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു കർമ്മങ്ങളെ ശുദ്ധീകരിക്കണം, വിചാരങ്ങളെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പുസ്തകജ്ഞാനം കൊണ്ട് ഒരു ഗുണവും ഇല്ല, വെറുതെ ടൈം പാസ്സാക്കി എന്ന് മാത്രമേ ഉള്ളൂ. പുസ്തകജ്ഞാനം എന്തിനാണ്? അപ്പോൾ പുസ്തകം പഠിക്കേണ്ടത് ചോദിച്ചാൽ വേണം. എന്തിനാണ്? എന്നെ ശുദ്ധീകരിച്ചെടുക്കാൻ, എൻ്റെ മാലിന്യങ്ങളെ, ചിത്തമാലിന്യങ്ങളെ മാറ്റിയെടുക്കാൻ
ഈ അറിവ് ആവശ്യമാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചിരിക്കണം, സ്വാധ്യായം ചെയ്തിരിക്കണം. പർപ്പസ് ഓഫ് സ്റ്റഡി ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. യസ്യ ബ്രഹ്മ ച ക്ഷത്രം ച ഉഭേ ഭവത ഓദനഃ മൃത്യുർ യസ്യോപസേചനം കൈത്തം വേദ യത്ര സഹ. യസ്യ യാതൊരു പരമാത്മാവിനെ ബ്രാഹ്മണരും ക്ഷത്രിയരും ആഹാരമായിത്തീരുന്നു, മരണം അതിൻ്റെ വ്യഞ്ജന സാധനവുമായിത്തീരുന്നുവോ അങ്ങനെയുള്ള പരമാത്മാവ് ഇപ്രകാരമുള്ള മാഹാത്മ്യത്തോടുകൂടി എവിടെ എന്ന് ആരാണ് അറിയുന്നത്? ഒരത്ഭുതത്തോടു കൂടിയുള്ള ചോദ്യമാണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നല്ല രസമുള്ളൊരു ഭാഗമാണ്. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ഏതൊരു പരമാത്മാവിന് ബ്രാഹ്മണരും ക്ഷത്രിയരും ആഹാരമായിത്തീരുന്നുവോ? ആഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുഡ് എന്ന അർത്ഥത്തിലല്ല, വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും അതിക്രമിച്ച് പോകാൻ കഴിവുള്ള ആൾ. വർണ്ണങ്ങളൊക്കെ ഉണ്ടായത് എവിടെ നിന്നാണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ ഉണ്ടായത് ത്രിഗുണങ്ങളിൽ നിന്നാണ്. ഇതൊക്കെ വർണ്ണമാണ്, ജാതിയല്ല. ഇതെപ്പോഴും ഓർമ്മിക്കണം. വർണ്ണവും ജാതിയും കൂടി വ്യത്യാസമുണ്ട്. ജാതിയൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്, അവൻ്റെ അഹങ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജാതി. വർണ്ണം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ളതാണ്. അപ്പോൾ ബ്രാഹ്മണ വർണ്ണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ജാതി അല്ല. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ആത്മജ്ഞാനത്തിനുള്ള ആഗ്രഹം, തീവ്രമായ ആഗ്രഹം, ബ്രഹ്മത്തെ അറിയാനുള്ള ജീവിത രീതികൾ, അതുപോലെ നിസ്വാർത്ഥമായ സേവനം, ഇതൊക്കെയാണ് ബ്രാഹ്മണ ലക്ഷണങ്ങളുള്ളത്. ഈ വക ലക്ഷണങ്ങൾ ഏതൊക്കെ വ്യക്തിയിലുണ്ടോ ആ വ്യക്തി, അയാൾ ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് നാട്ടിലുള്ളവരായാലും ശരി, അയാൾ ബ്രാഹ്മണ വർണ്ണത്തിലുള്ള. ഇനി നമ്മൾ മുന്നോട്ട് കുറേ പഠിക്കാനുണ്ട് ബ്രാഹ്മണരോ ക്ഷത്രിയരെ കുറിച്ചൊക്കെ. ചാതുർ നമ്മൾ ഭഗവത്ഗീത ക്ലാസ്സിൽ ഓൾറെഡി ഈ ടോപ്പിക് ചർച്ച ചെയ്ത കാരണം ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുപോലെ ക്ഷത്രിയർ രജോ ഗുണം ബലമായിട്ടിരിക്കുന്നവർ, ബ്രാഹ്മണർ സത്വഗുണം ബലമായിട്ടിരിക്കുന്നവർ, ഇങ്ങനെ ത്രിഗുണങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ വർണ്ണങ്ങളും. ഇവിടെ ബ്രാഹ്മണനും ക്ഷത്രിയനെയാണ് പറഞ്ഞതെങ്കിലും അതിന് മനസ്സിലാക്കാനുള്ള വർണ്ണങ്ങളിലെ അതിക്രമിച്ചവർ. വർണ്ണങ്ങൾ എന്നത് എവിടെ ചെന്ന് അവസാനിക്കുന്നുവോ അത് പരമാത്മാവ്. വർണ്ണങ്ങൾ ഉണ്ടായത് എവിടെ നിന്നാണ്? മായയിൽ നിന്ന്. അപ്പോൾ വർണ്ണങ്ങൾ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ മായയെ അതിക്രമിക്കാം. മായയ്ക്ക് അപ്പുറം പോകുന്നത് പരമാത്മാവിൽ എത്താനാണ്. അല്ലെങ്കിൽ മായയ്ക്ക് അപ്പുറമാണ് പരമാത്മാവ് എന്ന തലം ഇരിക്കുന്നത്. അവിടെ എന്തു പറയണു? മൃത്യുദേവന് പോലും മരണമുണ്ട്. മൃത്യുദേവനെ പോലും പരമാത്മാവ് ഭക്ഷിക്കുന്നു പറഞ്ഞാൽ അവിടെ മൃത്യുദേവന് പോലും മരണമുണ്ട്. യമന് പോലും മരണമുണ്ട്. യമൻ എന്നതൊരു പദവിയാണ്, നമ്മൾ മുമ്പ് കണ്ടു അത്. അപ്പോൾ പല കർമ്മങ്ങളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെയൊക്കെ ചെയ്ത് അത്രയും ഉയർന്ന തലത്തിലെത്തിയിരിക്കുന്ന വ്യക്തി പോലും, വ്യക്തിയല്ല ആ ഭാവം, ഉയർന്ന തലത്തിലുള്ള ജീവഭാവം പോലും അവിടെ അവസാനിച്ച് പരമാത്മാവിൽ ലയിക്കുന്നു. എന്ന് പറഞ്ഞാൽ പരമാത്മാവിൽ എത്തിച്ചേരുമ്പോൾ, ലയിച്ചു കഴിയുമ്പോൾ, ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ അവിടെ ത്രിഗുണങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വർണ്ണങ്ങളോ ഈ വക പുണ്യകർമ്മങ്ങളിൽ നിന്ന് നേടിയെടുക്കുന്നതോ ഒന്നുമില്ല. അതൊക്കെ പരമാത്മാവിൽ ലയിച്ചു കഴിഞ്ഞു. അതോടുകൂടി ഈ വക അഹങ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ഉണ്ടാവില്ല. ഇതാണ് പറഞ്ഞത്. അപ്പം മൃത്യുദേവന് പോലും മൃത്യുണ്ട്. കാലാന്തകൻ നമ്മൾ പല ശ്ലോകങ്ങളിലും പറയും. ശിവനെക്കുറിച്ച് പറയുമ്പോൾ കാലൻ്റെ അന്തകനാണ്. അപ്പോൾ കാലന് മരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ് ആ മരണം. അറിവിൻ്റെ തലത്തിലൂടെ വന്ന് ആത്മസാക്ഷാത്കാരം നേടുമ്പോൾ നമ്മുടെ സകലവിധ അഹങ്കാരങ്ങൾ അവിടെ ലയിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അങ്ങനെ അഹങ്കാരം പൂർണ്ണമായി നശിക്കുമ്പോഴാണ് ആത്മസാക്ഷാത്കാരം എന്ന തലം. അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ആരാണ് അറിയുന്നത് എന്ന് അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമുക്ക് ആലോചിക്കാനുണ്ട്. ഇപ്പോഴും മരണത്തിനെ കുറിച്ച് നമ്മൾ ആ ചോദ്യം ഒരിക്കലും മറക്കരുത്. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ യമധർമ്മൻ സ്വയം പറയാണ്, എനിക്ക് പോലും മരണമുണ്ട്.
എന്ന് പറഞ്ഞാൽ എൻ്റെ മരണം എവിടെയാണ്? പരമാത്മാവിൽ എത്തിച്ചേരുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം എന്താ സംഭവിക്കേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മളുടെ ദേഹം മരിച്ചാലും നമ്മളുടെ ജീവഭാവം പരമാത്മാവിലേക്ക് എത്തിച്ചേരണം. അതാണ് ലക്ഷ്യം. വ്യോമധർമ്മം പറയുന്നു അങ്ങനെ എത്തിച്ചേരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെ എത്തിച്ചേരാൻ അഥവാ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ബ്രഹ്മാനന്ദത്തെ ആഗ്രഹിച്ചിട്ട് ജീവിക്കുന്ന ആൾ, അല്ലെങ്കിൽ ആത്യന്തികമായ ദുഃഖനിവൃത്തിയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കർമ്മങ്ങളിലുള്ള ശുദ്ധി നേടണം. വികാരങ്ങളിലും അതിനൊക്കെ നിയന്ത്രിച്ച് ചിത്തശുദ്ധി നേടണം. അതിനെന്ത് വേണം? അറിവ് സമ്പാദിക്കണം. സമ്പാദിച്ച അറിവിനെ ജീവിതത്തിൽ പകർത്തണം. അങ്ങനെ ചിത്തമാലിന്യം നശിപ്പിച്ച് അല്ലെങ്കിൽ ചിത്തശുദ്ധി നേടി ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണം. അപ്പോൾ നമുക്ക് ത്രിഗുണങ്ങളെ അതിജീവിക്കാനോ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന വർണ്ണാശ്രമങ്ങളും ആവാക കാര്യങ്ങളെല്ലാം ഇല്ല. ഇതൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് എന്തിനാണ്? ഓരോ വർണ്ണത്തിലുള്ള ഒരു ഇന്ന വിധത്തിൽ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നുണ്ട്. അതൊക്കെ സ്മൃതികളിലൊക്കെ അതിൻ്റെ വിസ്തരിച്ച ഓർഡറുകളൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നത് അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ ജീവിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എന്നും രാവിലെ ഉണ്ട് ബ്രാഹ്മമുഹൂർത്തത്തിലെടുത്ത് നാമം ചൊല്ലണം എന്ന് പറഞ്ഞാൽ ഒക്കെ 5:30 അലാറം വെച്ച് എണീറ്റ് കുറേ നാമം ചൊല്ലി അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഓർമ്മിക്കണം എപ്പോഴും ഞാൻ എന്തിനെയാണ് ഇതൊക്കെ നന്നായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള ആഗ്രഹത്തിനെ ഞാൻ ഇല്ലാണ്ടാക്കുന്നു. അപ്പം മനസ്സിൻ്റെ ശക്തി അതിജീവിക്കാനാണ് അവിടെ ശ്രമിക്കുന്നത്. വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും തീർത്ഥയാത്രകളും ഒക്കെ അതിനുള്ളതാണ്. സകല ആചാര അനുഷ്ഠാനങ്ങളും അവനവനെ ശുദ്ധീകരിക്കാനുള്ളതാണ്. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്യാപ്സ്യൂളായിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. എന്താ ഞാൻ മനസ്സിലാക്കാനുള്ളത് ചോദിച്ചാൽ, സകല കർമ്മങ്ങളും പഠനങ്ങളും എന്നെ ശുദ്ധീകരിക്കാനുള്ളതാണ്. അപ്പോഴേ ഞാൻ ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്ക് എത്തുന്നുള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞ ആൾ എന്തായാലും സാക്ഷാത്കാരം നേടും, അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ആൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ വല്ലി പൂർണ്ണമായി. 25ാമത്തെ മന്ത്രത്തോടുകൂടി ദ്വിതീയ വല്ലി പൂർണ്ണമായി. അപ്പോൾ ജീവിതം നമ്മൾ ആചാരാനുഷ്ഠാനങ്ങൾ അവനവനെ പവിത്രമാക്കാനാണ്. ഇതെപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. ഇല്ലേ ഈ വക ഞാൻ പറഞ്ഞല്ലോ, ഈ ആധ്യാത്മിക രംഗത്തെ സ്പർദ്ധ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം മറ്റുള്ളവരെ പോലെ അവർ ഈ വ്രതം അനുഷ്ഠാനങ്ങളും ജപവും ധ്യാനമൊക്കെ ചെയ്യുന്നതനുസരിച്ച് മനസ്സ് ഏകാഗ്രമായി കൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ ഏകാഗ്രമായ മനസ്സോടുകൂടിയുള്ള യുദ്ധമാണ്. അത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളുടെ ബുദ്ധിശക്തിയും പിന്നെ മനസ്സിൻ്റെ ഏകാഗ്രതയൊക്കെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ഇല്ലെങ്കിൽ കുറ്റം പറയാൻ ഉപയോഗിക്കുമ്പോൾ അവനവനിലേക്ക് അത് തിരിച്ചടിക്കുകയാണ്. വീണ്ടും നമ്മൾ സംസാരത്തിലേക്കും ദുഃഖത്തിലേക്കും വീഴുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർമ്മിക്കാനുണ്ട്. ഒരു സാധകനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ്. നമ്മൾ വലിയൊരു ശക്തിയോട് എതിരിട്ടും കൊണ്ടാണ് ജീവിക്കുന്നത്. അതിന് യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം എന്നൊക്കെ പറയുന്നത് നമുക്ക് എതിരെയുള്ള ഫോഴ്സാണ് കൂടുതലുള്ളത്. ഇതിൽ തന്നെ കഠോപനിഷത്ത് തന്നെ പറയുന്നു, വാൾത്തലയിലൂടെ നടക്കുന്നത് പോലെയാണ് സാധകൻ്റെ ജീവിതം. അത്ര ശ്രദ്ധ വേണം. അതിനെക്കുറിച്ചൊക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമുക്ക് ഇതോടുകൂടി രണ്ടാമത്തെ വല്ലി കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ 1-ാം അധ്യായം 3-ാമത്തെ വല്ലി തുടങ്ങാം. നമുക്ക് എങ്ങനെ ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താം എന്നുള്ളതൊക്കെയാണ് ഇനി മുന്നോട്ട് പറയുന്നത്. കുറച്ച് ആഴത്തിലുള്ള ക്ലാസ്സുകളാണ്, കഴിയുന്നത്ര ലളിതമായിട്ട്